ഇപ്പോൾ ഈ ക്രമക്കേട് ഇന്നലെയാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. പരാതി നൽകി ഒപ്പം പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷം വരാതെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് ഇനിയിപ്പോൾ എന്താണ് പാർട്ടിയുടെ ഭാഗത്തുള്ള നടപടി? അയാളെ പുറത്താക്കി പാർട്ടി അയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ DC അംഗീകാരത്തിന് ഇവിടെ അയച്ചു. DC ആണ് അയാളെ നടപടി പ്രഖ്യാപിക്കേണ്ടത്. അയാളെ പുറത്താക്കിക്കൊണ്ട് അത് നടപടിക്രമം എടുത്തു കഴിഞ്ഞു. അയാളിരിക്കുന്ന മുള്ളേരിയ ലോക്കൽ കമ്മിറ്റിയാണ്. ആ യോഗം ഇന്നലെ ചേർന്നു. നമ്മുടെ ഏരിയയിൽപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകൾ അതിൽ നിക്ഷേപകരുണ്ട്. ഒരുപാട് ആളുണ്ട്. നിക്ഷേപകരുടെ ഒരു ചില്ലിക്കാശും നഷ്ടപ്പെടാതെ നോക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റിന് രാവിലെ പറഞ്ഞല്ലോ. ഒരു പൈസയും നഷ്ടപ്പെടില്ല. അതായത് അവർക്ക് ആ തുക തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ പാർട്ടി അതായത് ഉണ്ടാക്കും. ഭരണസമിതി ഉണ്ടാക്കും. അതിനാവശ്യമായ സഹായം പാർട്ടി. ഇതിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം, ഈ പട്ടാപ്പകൽ സ്വർണം കിടക്കുക, അതേമാതിരി വ്യാജരേഖ ചമച്ചിട്ട് പണം തട്ടിയെടുക്കുക ഒരു സെക്രട്ടറിക്ക് മാത്രം കഴിയാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം ഞങ്ങളെ ഇപ്പം കിട്ടിയ അതായത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയത് ഒറ്റ ജീവനക്കാരനും ഇതിൽ പങ്കില്ല. അതിവിദഗ്ധമായ നിലയിൽ ജീവനക്കാരെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടറി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. അതായത് ഈ ബാങ്കിൽ നിന്ന് അയാൾ ഒരു കുറച്ചു കാലമായിട്ട് അതായത് ഇപ്പോൾ ഈ അതായത് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം അയാളെ നമ്മൾ ബോർഡ് ഭരണസമിതി വിളിച്ച് അയാൾ ഇവിടെ ബാങ്കിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച അന്ന് അയാൾ ബാങ്കിലേക്ക് അത് കൊള്ളയാണ്, പകൽ കൊള്ളയാണ്. അയാൾ വലിയ കൊള്ളക്കാരൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയുന്നത് ഞങ്ങൾക്ക് അതായത് ഈ ബാങ്കിലെ ജീവനക്കാർക്ക് അറിയണമെന്നില്ല. അത് ജില്ലാ ബാങ്കിൻ്റെ CC ആണത്. ആ CC അക്കൗണ്ടിൽ നിന്നാണ് 1,96,00,000 പിൻവലിച്ചിട്ടുള്ളത്. അത് അവർക്കേ അറിയുള്ളൂ. CCTV ഉണ്ട്. അത് പരിശോധിക്കണമല്ലോ. അത് പരിശോധിക്കണം. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് നടക്കണം, പൂർണ്ണമായ എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ ഈ അന്വേഷണത്തിന് പൂർണ്ണമായും പിന്തുണ നൽകും.